എൻ്റെ പേര് ശ്രീനികൃഷ്ണൻ. ഞാൻ കാൻഡർ എന്നുള്ളൊരു മാർക്കറ്റ് റിസർച്ച് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫാമിലി, ഇത് മോള് നന്ദിനി കൃഷ്ണൻ, ഇത് അച്ഛൻ, അമ്മ, വൈഫിൻ്റെ അമ്മ. വൈഫ് ആക്ച്വലി ട്രിവാൻഡ്രത്താണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു ലിഫ്റ്റ് എന്നുള്ളൊരു ഇതിലോട്ട് പോയത്. ആക്ച്വലി അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ മുട്ടിന് ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായി. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ആക്സിഡന്റ് പോലെ വന്നൊരു സംഗതിയാണ്. അപ്പോൾ കുറച്ച് സിവിയർ ആയിരുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ അനുസരിച്ച് കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചിന്ത വന്നു, നമുക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു പ്രശ്നത്തിലോട്ട് വന്നപ്പോൾ ഞാനിത് കുറേ ഓൺലൈനായിട്ട് കുറേ സെർച്ച് ചെയ്തപ്പം അങ്ങനെ കിട്ടിയൊരു ഓപ്ഷനാണ് ന്യൂമാറ്റിക് ലിഫ്റ്റ് എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ഒരു കൺവെൻഷണൽ ലിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിട്ട്, കൂടുതൽ എന്നെ ആകർഷിച്ച എസ്തെറ്റിക് ആണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ ഒരുപാട് സിവിൽ വർക്ക് നമുക്ക് വേണ്ട, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനൊരു നിബാവിലോട്ട് ഞാൻ എത്തിയതാണ്. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു, കൊച്ചി ഓഫീസിൽ വന്നു. അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. നിബാവ് എന്നുള്ള ബ്രാൻഡ് ആക്ച്വലി ഞാൻ ഓൺലൈനായിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പം കണ്ടതാണ്. ന്യൂമാറ്റിക് ലിഫ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ അറിഞ്ഞത് നിബാവിൽ നിന്ന് തന്നെയാണ്. നിബാവ് എന്നുള്ളൊരു കമ്പനി തന്നെയാണ് ഞാൻ കൂടുതലായിട്ടത് കണ്ടത്. പിന്നെ ഒരുപാട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു, എങ്ങനെ അത് ഫംഗ്ഷൻ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ പവർ കൺസംഷനൊക്കെ എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്തിരുന്നു ഈ കൺസ്ട്രക്ഷൻ സമയത്ത്. പിന്നെ ഞാൻ ഓഫീസിൽ വന്നിരുന്നു, കൊച്ചി ഓഫീസുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആദ്യം ചെന്നൈയിലാണ് നീ കണക്ട് ചെയ്ത് കിട്ടിയത്. പിന്നെ ഞാൻ കൊച്ചി ഓഫീസിൽ വന്നു. ഞാൻ ഫോട്ടോ കൊച്ചിയാണ് ഓഫീസ്. അപ്പോൾ അവിടെ വന്ന് കേരള ഹെഡ് പുള്ളിക്കാരനൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അതിൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ ഞാൻ നേരിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിബാവ് എന്നുള്ള ഇതിലോട്ട് എത്തിയത്. ഈ എലിവേറ്റർ ആണ് ഇപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഇവിടുത്തെ മോസ്റ്റ് ക്രിട്ടിക്കൽ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഈ ലിഫ്റ്റാണ്. കാരണം ഇതെൻ്റെ ഒരു എന്താ പറയുക ലൈഫായി മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുട്ട് കുറച്ച് സിവിയർ ഡാമേജ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്നു. ഇപ്പോഴും ഞാനൊരു മേജർ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ ഫുൾ ലൈഫ് കംപ്ലീറ്റ് മുകളിലാണ്. ഞാൻ മേളിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എൻജോയ്മെന്റ് കംപ്ലീറ്റ് എനിക്ക് മേളിൽ ചെന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ സാധ്യമാക്കി തന്നത് ആക്ച്വലി ഈ ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയെന്ന് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. പിന്നെ അത് മാത്രമല്ല, അച്ഛനമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ 2 നില 3 നിലക്ക് വീടൊക്കെ പണിതാലും ഈ മേളത്തെ നിലകളൊന്നും ആളുകൾ യൂസ് ചെയ്യാത്തതിനുള്ള ഒരു കാരണം പടി കയറാനുള്ള ബുദ്ധിമുട്ടല്ലെന്നുണ്ടെങ്കിൽ മടി, പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വന്നതോടുകൂടി എല്ലാവർക്കും കയറാം. അതായത് എല്ലാവർക്കും ഇപ്പൊ മേളിൽ കയറാനുള്ളതായി. പിന്നെ അതുപോലെ തന്നെ ഞാനിത് G+2 ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ 2nd ഫ്ലോർ വരെ ഈ ലിഫ്റ്റ് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ മേളിലത്തെ സ്റ്റെയർ ക്യാബിൽ ചെല്ലും. അവിടെ നമുക്ക് ടെറസിൽ പോവാം, അവിടെ തുണി നനയ്ക്കാനും പിടിക്കാം, എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറ്റും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ നല്ലൊരു സംഭവമായിട്ട് തന്നെയാണ് ഞാൻ ഈ ലിഫ്റ്റിനെ കാണുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പലരും ഈ ലിഫ്റ്റിനെ പറ്റി അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ ഹൗസ് വാമിങ്ങിനൊക്കെ വന്നപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് അട്രാക്ഷൻ ഈ ലിഫ്റ്റായിരുന്നു. കാരണം വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഈവൻ കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതൊരു എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം മാറിയിരിക്കുകയാണ്. എല്ലാം ഓവറോൾ ഐ എം സാറ്റിസ്ഫൈഡ്. ഏറ്റവും അപ്രീഷിയബിൾ ആയിട്ടുള്ള കാര്യം ആ കറക്റ്റ് സ്പോട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു മുറിയൻ ടച്ച് ചെയ്യാതെ കറക്റ്റ് ലൊക്കേഷൻ, അത് ഐ ഷുഡ് അപ്രീഷിയേറ്റ്.